ഗുഡ് മോർണിംഗ്. ബി ആർ എമ്മിൽ റിസർച്ച് റിപ്പോർട്ട് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അതിൽ വരുന്ന ഒരു നെക്സ്റ്റ് ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാനിങ് റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന സ്റ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് പാസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നാൽ ഇവിടെ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ പ്ലാനിങ് റിസർച്ച് റിപ്പോർട്ടാണ്. നമ്മൾ റിസർച്ച് റിപ്പോർട്ട് എഴുതുന്നതിന് 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റേജസ്. അതായത് റിപ്പോർട്ട് എഴുതുന്നത് അതിൽ വരുന്ന സെക്കൻഡ് സ്റ്റേജാണ്. അതിന് മുമ്പ് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊന്ന് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് സ്റ്റേജായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം സ്ട്രക്ചറിന് ശേഷമാണ് നമ്മൾ അത് റൈറ്റ് ചെയ്യുന്നത് ആൻഡ് ഫൈനലി ഡോക്യുമെൻറ്റേഷൻ. ഇങ്ങനെ 3 സ്റ്റേജായിട്ട് ആ ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ പ്ലാനിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ ഓർഗനൈസേഷൻ ഓർ സ്ട്രക്ചർ ഓഫ് എ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ കളക്ടിങ് ദ ഡാറ്റ ആൻഡ് അനാലിസിസ്. ഡാറ്റയും അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കളക്ട് ചെയ്ത ശേഷം ദി ഓർഗനൈസേഷൻ ഓർ സ്ട്രക്ചർ ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട് ഫോംസ് ദി ബേസ് ഫോർ പ്രിപ്പയറിംഗ് ദി റിസർച്ച് റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് എഴുതുന്നതിന് മുമ്പ് അതിനൊരു ബേസ് കൊടുക്കുന്നത് എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റാസും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജായിട്ട് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ റിസർച്ചിനൊക്കെ ആവശ്യമായിട്ടുള്ള നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ഡാറ്റാസിനും ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതിനാണ് ഇവിടെ ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ആ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് അതിനൊരു സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതാണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ റൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസ്. The researcher is required to plan how to arrange his ideas in a logical and sequential order. സോ ഈ ഒരു സമയത്താണ് റിസർച്ചർ അയാളുടെ കയ്യിലുള്ള ഒരു കംപ്ലീറ്റ് റിസർച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യണം, അറേഞ്ച് ചെയ്യണം, ഏത് ഓർഡറിൽ, സീക്വൻഷ്യൽ ഓർഡറിൽ അസൈൻ ചെയ്യണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. The research report as a whole and in parts should have unity, uniformity and flow. ഈ റിപ്പോർട്ട് എഴുതുന്നതിന് എന്തുണ്ടാവണം? ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം, യൂണിറ്റി ഉണ്ടായിരിക്കണം, അതിൻ്റെ ഫ്ലോ കറക്റ്റ് ആയിരിക്കണം. സോ അതിനെന്ത് വേണം? ആദ്യം തന്നെ റിസർച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് അയാളൊരു പ്ലാൻ ഉണ്ടാക്കി അതിൻ്റെ ഐഡിയാസൊക്കെ ഒന്ന് അസൈൻ ചെയ്തിട്ട് വേണം ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി തുടങ്ങാൻ. ഓർഗനൈസേഷൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒരു സ്ട്രക്ചർ രൂപത്തിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതാണ് റൈറ്റപ്പ്. Writing of the report precisely requires a careful choice of the words which will serve to convey exact meaning. റൈറ്റിംഗ്, അതായത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണ്? വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഭയങ്കര കെയർഫുള്ളായിട്ടാവണം. നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മീനിങ് കൈമാറുന്ന രീതിയിലുള്ള വേർഡ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കൊളോക്കിയൽ കോൺവെർസേഷൻ ഓർ അതർ മോഡ്സ് ഓഫ് എക്സ്പ്രഷൻ ആർ നോട്ട് സ്യൂട്ടബിൾ ഇൻ എ റിപ്പോർട്ട്. കൊളോക്കിയലായിട്ട്, അതായത് നമ്മൾ നാടൻ ഭാഷകൾ അല്ലെങ്കിൽ നമ്മൾ നാടനായിട്ട് യൂസ് ചെയ്യുന്ന ടേംസ്, വേർഡ്സ്, ഈ കാര്യങ്ങളൊന്നും എന്ത് പാടില്ല, ഒരു റിസർച്ച് റിപ്പോർട്ടിൽ നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. The personal pronouns such as I, we, you, me, my, our and us should not be used except in quotation. It should be written in past tense. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് പാസ്റ്റ് ടെൻസിൽ എഴുതിയിട്ടുണ്ടാവണം. അതിൽ ഇതുപോലെയുള്ള നമ്മൾ, അതായത് ഒരു റിസർച്ചർ ഞാൻ ചെയ്തത്, നീ ചെയ്തത്, വി, അസ്, ഈ ടേംസ് ഒന്നും യൂസ് ചെയ്യരുത്. റിപ്പോർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി റോൾ ഓഫ് ഓഡിയൻസ് ആണ്. ഇനി നമ്മൾ റൈറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ എഴുതുന്നത് എന്നുള്ളതാണ്. ഏത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഫസ്റ്റ് എക്സ്പേർട്ടാണ്. ദീസ് ആർ ദ പീപ്പിൾ ഹൂ നോ ദ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ എക്സ്പേർട്ടുകൾ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ റിസർച്ചാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ റിസർച്ചിനെ കുറിച്ചിട്ടും അല്ല ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ടും അവിടുത്തെ ബിസിനസ്സിനെ കുറിച്ചിട്ടും അവിടുത്തെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും തിയറീനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് എന്നുള്ളതാണ് എക്സ്പേർട്ടുകൾ. ഓക്കെ, ദെൻ ടെക്നീഷ്യൻസ് ആണ്. ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ പീപ്പിൾ ഹൂ ബിൽഡ്, ഓപ്പറേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് റിപ്പയർ ദ ഐറ്റംസ് ദാറ്റ് എക്സ്പേർട്ട് ഡിസൈൻ ആൻഡ് തിയറൈസ് അബൌട്ട്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിലെ എക്സ്പേർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ ബിൽഡ് ചെയ്ത്, ഓപ്പറേറ്റ് ചെയ്ത്, അത് മെയിൻറ്റെയിൻ ചെയ്ത്, റിപ്പയർ ചെയ്യുന്ന ആളുകളെ നമ്മൾ ടെക്നീഷ്യൻസ് എന്ന് പറയാം അല്ലേ. അവരായിരിക്കും അതിൻ്റെ അനന്തര ഒരു ഓഡിയൻസ് ആയിട്ട് വരുന്നത്.
Then executives ഉണ്ട്. These are the people who make business, economic, administrative, legal, government, political decisions about the product of the experts and technicians. ഇനി എക്സ്പേർട്ടുകളും ടെക്നീഷ്യൻസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിനുള്ള എന്താണ് ഡിസിഷൻസ് എടുക്കുന്നത്, അതിന് ലീഗലായിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ എക്കണോമിക് ഡിസിഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് അനദർ ഒരു ഓഡിയൻസ് ആയിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ നോൺ സ്പെഷ്യലിസ്റ്റുകളാണ്. നോൺ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആസ്പെക്ട്സിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത, അത്രയും നോളജ് ഒന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ നോൺ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഓഡിയൻസ് വരുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് പറയുന്നത് ഡോക്യുമെൻറ്റേഷനാണ്. അതായത് നമ്മൾ റിപ്പോർട്ട് എഴുതി ഇനി അത് ഡോക്യുമെൻ്റ് ചെയ്യാണ്. ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതിൽ വരുന്ന കുറച്ച് ടേംസാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് വൺ റീഡബിലിറ്റി ആണ്. റീഡബിലിറ്റി ഈസ് ദ ഈസ് വിത്ത് വിച്ച് എ റീഡർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ റിട്ടൺ ടെക്സ്റ്റ്. റീഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കാൻ സാധിക്കുക അല്ലേ. അതായത് നമ്മൾ എഴുതിയ റിപ്പോർട്ട് എത്ര ഈസിയിൽ ഒരാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനെയാണ് റീഡബിലിറ്റി ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത്, അതായത് നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കത് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ റീഡബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇൻ നാച്ചുറൽ ലാംഗ്വേജ് ദ റീഡബിലിറ്റി ഓഫ് ടെക്സ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് കണ്ടൻറ്റ്. ഇപ്പോൾ റീഡബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റിനെ ആശ്രയിച്ചിരിക്കും ആ ഒരു റീഡബിലിറ്റി എന്ന് പറയുന്നത്. The complexity of its vocabulary and syntax and its presentation. അപ്പോൾ ആ ഒരു റീഡബിലിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, റീഡേഴ്സിന് വായിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് ഭയങ്കര സിമ്പിളായിട്ടും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് അല്ലാണ്ട് കോംപ്ലക്സിറ്റി കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വേർഡ്സ് യൂസ് ചെയ്യുന്നത് സിമ്പിളായിരിക്കണം. ദ മെയിൻ ഗൈഡ്ലൈൻസ് ടു എൻഷുർ റീഡബിലിറ്റി ആർ. ഇനി റീഡബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് വായിക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, യൂസ് പ്ലെയിൻ സ്പോക്കൺ വേർഡ്സ് ദാറ്റ് ഷോർട്ടർ ദി ബെറ്റർ. അതായത് ഏറ്റവും ഈ സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്യുക. നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് വളരെ സിമ്പിളായിട്ടുള്ളത് യൂസ് ചെയ്യുക. ഷോർട്ടർ ദി ബെറ്റർ, ഏറ്റവും ചെറുത്, അതായത് ഏറ്റവും സിമ്പിൾ സെൻറ്റൻസിലൊക്കെ വേണം യൂസ് ചെയ്യാൻ. അവോയ്ഡ് ഫാൻസി വേർഡ്സ് ആൻഡ് മെയ്ഡ് അപ്പ് ടേംസ്. ഭയങ്കര ഫ്രേസസ് അല്ലെങ്കിൽ ഫാൻസി വേർഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത്. ദെൻ യൂസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ സെൻറ്റൻസ്. ഏറ്റവും ചെറുതും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ വേണം യൂസ് ചെയ്യാൻ. അവോയ്ഡ് ജാർഗൻ. ജാർഗൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടേംസ് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഈ സാധാരണക്കാർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ടേംസൊക്കെ ഒഴിവാക്കുക. യൂസ് കൾച്ചർ ആൻഡ് ന്യൂട്രൽ ലാംഗ്വേജ്. ഇപ്പോൾ ഒരു സംസ്കാരത്തിന് പറ്റിയിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൾച്ചറൽ അതുപോലെ തന്നെ ന്യൂട്രൽ ലാംഗ്വേജ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. യൂസ് കറക്റ്റ് ഗ്രാമർ, പങ്ക്ച്വേഷൻ ആൻഡ് സ്പെല്ലിങ്. അത്തരത്തിലുള്ള മിസ്റ്റേക്സൊക്കെ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. സ്പെല്ലിംഗ് ആയാലും ഗ്രാമർ ആയാലും അതൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോയെടുക്കണം എന്നുള്ളതാണ്. ദെൻ കോംപ്രിഹെൻഷനാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് അതിൻ്റെ അർത്ഥം അതുപോലെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു മീനിങ് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ റൈറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ. കോംപ്രിഹെൻഷൻ ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ഗെറ്റ് മീനിങ് ഫ്രം സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജ്. നമ്മൾ എഴുതിയിട്ടുള്ളതിൽ നിന്ന്, ആ ലാംഗ്വേജിൽ നിന്ന്, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് എന്താണ് കറക്റ്റായിട്ടുള്ള ആ മീനിങ് കിട്ടുക എന്നുള്ളതാണ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കോംപ്രഹെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ഈ രീതിയിൽ കോംപ്രഹെൻസീവ് ആയിരിക്കണം, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാവണം. കോംപ്രഹെൻഷൻ മെഷർ വെദർ എ യൂസർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഇൻറ്റൻറ്റഡ് മീനിങ് ഓഫ് എ ടെക്സ്റ്റ് ആൻഡ് ക്യാൻ ഡ്രോ ദ കറക്റ്റ് കൺക്ലൂഷൻ ഫ്രം ദി ടെക്സ്റ്റ്. അപ്പോൾ എന്താണ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു റീഡർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അതിൽ നിന്ന് ആ ഒരു കറക്റ്റ് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യുന്നതിനെയാണ് കോംപ്രഹെൻഷൻ എന്ന് പറയാം. സിംപ്ലി പറയാന്നുണ്ടെങ്കിൽ നമ്മളെ റിപ്പോർട്ടിലുള്ള കാര്യം അവർക്ക് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുക. ഇനി ദ മെയിൻ കോംപ്രഹെൻഷൻ ഗൈഡ്ലൈൻസ് ആർ. ഇനി ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫസ്റ്റ്, യൂസർ സെൻട്രിക് ലാംഗ്വേജ്. ആ റിപ്പോർട്ടിൻ്റെ യൂസേഴ്സ് ആരാണോ, റീഡേഴ്സ് ആരാണോ, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇഫ് മൊബൈൽ യൂസേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ബി ഈവൻ ബ്രീഫർ ആൻഡ് സിംപ്ലിഫൈ ഈവൻ മോർ.
അപ്പോൾ മൊബൈൽ യൂസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സ്മോൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് വളരെ സിമ്പിളും ബ്രീഫായിട്ട് വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ചെറിയ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യാണ്ടൊക്കെ വായിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. Pictures or conceptual diagrams can some things explain things better than terms of words. ഡയഗ്രാംസോ പിക്ചേഴ്സോ ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ കോംപ്രഹെൻഷൻ എൻഹാൻസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, പിക്ചേഴ്സും ഡയഗ്രാംസും ഒക്കെ റിപ്പോർട്ടിൽ കൊടുക്കുക എന്നുള്ളത്. Then be brief. If you say less, people are more likely to make the effort to understand what you do say. അതായത് ബി ബ്രീഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചുരുക്കി വേണം എഴുതുക. ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടേംസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ എന്നുള്ളതാണ്. ചൂസ് വേർഡ്സ് കെയർഫുള്ളി. വേർഡ്സ് യൂസ് ചെയ്യുന്നത് വളരെ കെയർഫുള്ളായിട്ട് വേണം യൂസ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ ജാഗനായിട്ടുള്ള മനസ്സിലാക്കാൻ പറ്റാത്ത വേർഡ്സൊന്നും യൂസ് ചെയ്യരുത്. റിപ്പീറ്റ് ആൻഡ് സമ്മറൈസ് ക്രിട്ടിക്കൽ ആൻഡ് ഡിഫിക്കൽട്ട് ഐഡിയാസ് സോ ദാറ്റ് റീഡർ ഹാവ് ടൈം ടു അബ്സോർബ് ദം. ഇപ്പോൾ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മളതിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് 2 or 3 തവണ അത് പറയാം. എന്നാലത് വായിക്കുന്നതിനനുസരിച്ച് ആളുകൾക്കും പിന്നെയും പിന്നെയും മനസ്സിലാവുന്നുണ്ടാവും. ഇത്രയാണ് കോംപ്രഹെൻഷൻ്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഡോക്യുമെൻറ്റേഷനിൽ വരുന്ന ഒന്ന് ടോണാണ്. ഇപ്പം വോയിസിൻ്റെ ടോണ് പറയില്ലേ, നമ്മൾ സംസാരിക്കുമ്പോൾ കാണുന്ന നമ്മുടെ ആ ഒരു സ്റ്റൈലിനെ നമുക്ക് ടോൺ എന്ന് പറയാം. അതേസമയം റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള നമ്മളെ റിപ്പോർട്ടിൻ്റെ ടോണും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. Writing research reports requires a specific style and tone according to who the audience is and what the subject matter is. നമ്മളെ ഓഡിയൻസ് ആരാണെന്നും അതുപോലെ നമ്മളുടെ സബ്ജക്റ്റ് എന്താണെന്നും നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്റ്റൈലും ഒരു ടോണും നമ്മളെ റിപ്പോർട്ടിന് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ടോൺ റെഫേഴ്സ് ടു ദ റൈറ്റേഴ്സ് വോയിസ് ഇൻ എ റിട്ടൺ വർക്ക്. അപ്പം എഴുതിയ ഒരു വർക്കിൽ ആ റൈറ്ററുടെ വോയിസാണ് ടോൺ എന്ന് പറയുന്നത്. അതായത് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ റൈറ്റർ ഉദ്ദേശിക്കുന്നത് ആ ഒരു അയാളുടെ വോയിസ് അല്ലെങ്കിൽ അയാളുടെ ഒരു ടോൺ എന്താണ് എന്നുള്ളത്, അയാളുടെ പേഴ്സണാലിറ്റി. നെക്സ്റ്റ് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് വാട്ട് ദ റീഡർ ഓർ ഹിയറർ മൈറ്റ് പെർസീവ് ആസ് ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ്, ബയാസ് ഓർ പേഴ്സണാലിറ്റി. അപ്പോൾ ആ ഒരു എഴുതുന്ന ആ ഒരു അയാളുടെ ടോണിൽ നിന്നാണ് അയാളുടെ പേഴ്സണാലിറ്റിയും അയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഇപ്പം ചില നോവൽസൊക്കെ അറിയില്ലേ, നമുക്ക് ആ നോവൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അയാളത് ഒരു തമാശ രൂപത്തിലാണോ പറയുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെയാണ് ടോൺ എന്ന് പറയുന്നത്. റിസർച്ച് റിപ്പോർട്ടിനും ഇത്തരത്തിലൊരു ടോൺ കീപ്പ് ചെയ്യുന്നത് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ.